ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു സിൽനാസ് കിച്ചൺ. ഇന്നത്തെ റെസിപ്പി ഒരു അടിപൊളി വെറൈറ്റി സ്നാക്സിന്റെ റെസിപ്പിയാണ്. കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഒരുപോലെ ഇഷ്ടാവുന്ന അടിപൊളി ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരത്തിന്റെ റെസിപ്പിയാണ്. അതുകൊണ്ട് തന്നെ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ മുഴുവനായിട്ടും കണ്ടേക്കണേ. റെസിപ്പിയിലോട്ട് കടക്കുന്നതിന് മുമ്പായി സിൽനാസ് കിച്ചൺ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. ഒപ്പം തന്നെ ഈ വീഡിയോസ് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒരു ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത്. ഇനി നമുക്ക് ഇതെങ്ങനെയാണ് തയ്യാറാക്കി നോക്കാം. ആദ്യം തന്നെ ഇതിലേക്ക് ഒരു കൂട്ട് തയ്യാറാക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ സ്റ്റൗവിലേക്ക് വെച്ച് ഫ്ലെയിം ഓണാക്കി കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഓയിൽ നന്നായിട്ടൊന്ന് ചൂടായിട്ട് വരുമ്പോൾ ഒരു സവോള കട്ട് ചെയ്തതും ഒരു തക്കാളിയും 2 പച്ചമുളകും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ഇതിലേക്ക് കുറച്ച് എല്ലില്ലാത്ത ചിക്കൻ പീസ് കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പൊടികൾ ഇട്ട് കൊടുക്കാം. ആദ്യം തന്നെ ഒരു സ്പൂൺ അളവിൽ മുളക് പൊടി, ഒരു നുള്ള് മഞ്ഞൾപ്പൊടി, ഒരു നുള്ള് പെരുംജീരകപ്പൊടി, ഗരം മസാലപ്പൊടി, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത്രയും ഇട്ട് കൊടുത്തതിന് ശേഷം ഇത് നല്ലപോലെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം. ഇതിന്റെ മസാല ഒരുപാട് അങ്ങ് വെന്ത് കുഴഞ്ഞു വരേണ്ട ആവശ്യമില്ല, നമുക്ക് കടിക്കാനായിട്ട് കിട്ടണം. അതുകൊണ്ടാണ് ഇതെല്ലാം കൂടെ ഒന്നിച്ചിട്ട് കൊടുത്തിട്ടുള്ളത്. ഈ ഒരു ചിക്കൻ വേവുന്നവരേക്കും മാത്രമുള്ള വേവ് മതി. ഇനി ഇതൊന്ന് അടച്ചു വെച്ച് വേവിച്ചെടുക്കുന്നുണ്ട്. ഇത് വെന്ത് വരുമ്പോഴേക്കും ആ ഒരു ടൈം കൊണ്ട് നമുക്ക് ഇതിലേക്കുള്ള മാവ് തയ്യാറാക്കാം. അതിനായിട്ട് ഒരു പാത്രത്തിലേക്ക് ഒരു കോഴിമുട്ട പൊട്ടിച്ചൊഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ വിസ്ക് വെച്ചിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ ഞാനിതാ ഇതുപോലെ നന്നായിട്ട് അടിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് മൈദയാണ്. 250 ml കപ്പിന്റെ അളവിൽ 1 കപ്പ് നിറയെ മൈദ ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പിട്ട് കൊടുത്തതിന് ശേഷം ഇത് ഇളക്കി യോജിപ്പിക്കാനായിട്ട് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അതിനായി ഞാൻ 250 ml കപ്പിന്റെ അളവിൽ 1 കപ്പ് വെള്ളം എടുത്തിട്ടുണ്ട്. ആദ്യം 1/4 കപ്പ് വെള്ളം ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇത് നന്നായിട്ടൊന്ന് വിസ്ക് വെച്ച് ഇളക്കി യോജിപ്പിക്കുന്നുണ്ട്. വിസ്ക് ആവുമ്പോൾ നമുക്ക് കട്ടകളൊന്നും ഇല്ലാതെ നല്ല പോലെ ഇളകി കിട്ടും. ഒരുമിച്ച് വെള്ളം ഒഴിച്ചു കൊടുത്താൽ പരുവം തെറ്റിപ്പോവും. അതുകൊണ്ടാണ് ഘട്ടം ഘട്ടമായിട്ട് ഒഴിച്ചു കൊടുക്കുന്നത്. ഇപ്പോൾ ഇതിന്റെ വെള്ളം പോരാതെ വന്നിട്ടുണ്ട്. കുറച്ചുകൂടി വെള്ളം നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ആ ഒരു കപ്പിലുള്ള വെള്ളം തന്നെയാണ് ബാക്കി കൂടി ഒഴിച്ചു കൊടുത്തിട്ടുള്ളത്. ഇത്രയും ആവുമ്പോൾ ഇനി നമുക്ക് ഇതിലേക്ക് കുറച്ച് കൂട്ടുകളും കൂടെ ഇട്ട് കൊടുക്കാനുണ്ട്. എന്നിട്ട് നമുക്ക് വെള്ളം മതിയൊന്ന് നോക്കിയതിന് ശേഷം വീണ്ടും വേണമെന്നുണ്ടെങ്കിൽ ഒഴിച്ചു കൊടുക്കാം. ഇതിലേക്ക് ഇനി പകുതി ക്യാരറ്റ് ഗ്രേറ്റ് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. പിന്നെ ഇതിലേക്ക് കുക്കറിലിട്ട് വേവിച്ചെടുത്തിട്ടുള്ള ആ ഒരു ഉരുളക്കിഴങ്ങ് തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ചൂടാറിയിട്ടാണ് ഞാൻ ഇതുപോലെ ഗ്രേറ്ററിലൊന്ന് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ടുള്ളത്. ഈ ഉരുളക്കിഴങ്ങും മാവുമായിട്ട് നന്നായിട്ട് ചേർന്ന് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു രീതിയിൽ ചെയ്തിട്ടെടുക്കുന്നത്. അല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഗ്രേറ്റ് ചെയ്തിട്ട് ഇട്ട് കൊടുത്താലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിലേക്ക് ഒരു പച്ചമുളക് കട്ട് ചെയ്തതാണ് ഇട്ട് കൊടുക്കുന്നത്. കറിവേപ്പില, മല്ലിയില ഒക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അതെല്ലാം കട്ട് ചെയ്ത് ഇട്ട് കൊടുക്കാവുന്നതാണ്. ഇനി ഇതുപോലൊരു വിസ്ക് വെച്ചിട്ട് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോൾ നമ്മുടെ ഈ ഒരു കിഴങ്ങ് മാവുമായിട്ട് നന്നായിട്ട് യോജിച്ച് കിട്ടും. നമ്മുടെ ഈ ഒരു കിഴങ്ങും മാവുമായിട്ട് ചേർന്നത് കൊണ്ട് തന്നെ കുറച്ചുകൂടെ കട്ടിയായിട്ടുണ്ട്. ഇനി നമുക്കൊന്ന് ലൂസാക്കി എടുക്കണം. അപ്പോൾ അതിനായിട്ട് ബാക്കിയുള്ള ആ ഒരു വെള്ളം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അപ്പോൾ ആകെ ഇതിലേക്ക് വേണ്ടി വന്നിട്ടുള്ളത് 250 ml കപ്പിന്റെ അളവിൽ 1 കപ്പ് വെള്ളമാണ്. ഈ മാവ് ഒരുപാട് അങ്ങ് ലൂസും ആവരുത്, എന്നാൽ നല്ല കട്ടിയാവരുത്. ഇതാണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള പരുവം. ഇനി ഇതൊന്ന് ചുട്ടെടുക്കാനായിട്ട് ഞാനിവിടെ സ്റ്റൗവിൽ ഒരു പരന്ന പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഫ്ലെയിം ഓൺ ആക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് കുറച്ച് ഓയിൽ ഒന്ന് സ്പ്രെഡ് ആക്കി കൊടുത്തിട്ട് ഇതിൽ നിന്ന് കുറച്ച് മാവ് ഒഴിച്ചു കൊടുത്തിട്ട് ഇതുപോലെ ഒന്ന് പരത്തി കൊടുക്കാം. ഒരുപാട് പരത്തി എടുക്കണ്ട, വളരെ കുറച്ച് മാത്രം പരത്തി ചുട്ടെടുത്താൽ മതി. മീഡിയം ടു ലോ ഫ്ലെയിമിന്റെ ഇടയ്ക്കുള്ള ഒരു ഫ്ലെയിമിൽ ഇട്ടിട്ടാണ് ഞാനിപ്പോൾ ഇത് വേവിച്ചെടുക്കുന്നത്. ആ ഒരു ഫ്ലെയിമിൽ തന്നെ നമുക്കിതെല്ലാം ചുട്ടെടുക്കാം. അപ്പോൾ എല്ലാം ഒരേപോലെ വെന്ത് കിട്ടും. ഇപ്പോൾ ഇതിന്റെ ഒരു സൈഡ് വെന്ത് കിട്ടിയിട്ടുണ്ട്. അതൊന്ന് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ആ ഒരു ഭാഗം കൂടി 1-2 സെക്കൻഡ് ഒന്ന് വേവിച്ചെടുത്തിട്ട് തിരിച്ചിട്ട് കൊടുത്തതിന് ശേഷം ഇതിൽ നിന്ന് എടുത്ത് മാറ്റാം. ഭയങ്കര സിമ്പിളാണ്, പെട്ടെന്ന് നമുക്ക് ചുട്ടെടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇതിലേക്ക് ഒരു കയ്യിൽ മാവും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം ഇതുപോലെ ഒന്ന് പരത്തി കൊടുത്തിട്ടുണ്ട്. ഇനി 1 മിനിറ്റ് ഈ ഒരു ഭാഗം വെന്തതിന് ശേഷം ഇതൊന്ന് തിരിച്ചിട്ട് കൊടുത്തിട്ട് 1-2 സെക്കൻഡ് ഒന്ന് വേവിച്ചെടുത്തതിന് ശേഷം വീണ്ടും ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഇപ്പോൾ ഇതും നല്ലപോലെ വെന്ത് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് എടുത്ത് മാറ്റാം. ഇതേപോലെ തന്നെ എല്ലാ മാവിലും ചുട്ടെടുത്ത് ഒരു പാത്രത്തിലേക്ക് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് നേരത്തെ വേവിക്കാനായിട്ട് വെച്ചിരുന്ന ആ ഒരു മസാല വെന്തോന്നൊന്ന് നോക്കാം. ഇപ്പോൾ ഈ ഒരു ചിക്കനും മസാലയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. ഇതിന്റെ ഫ്ലെയിം ഓഫ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് നേരത്തെ ചുട്ട് വെച്ചതിൽ നിന്നും ഒരെണ്ണം എടുത്ത് ഇതുപോലെ ഒരു ബോർഡിലേക്ക് വെച്ച് കൊടുക്കാം. ഇനി ഇതിലേക്ക് കുറച്ച് മയോണൈസ് വെച്ച് കൊടുക്കാം. ഞാനിത് വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുത്തിട്ടുള്ള മയോണൈസ് ആണ്. ഞാൻ ഉണ്ടാക്കിയെടുത്തിട്ടുള്ള ഈ ഒരു മയോണൈസ് ഓയിലും പച്ചമുട്ടയും ഒന്നും ചേർക്കാത്തതാണ്. അതുപോലെ തന്നെ ആ ഒരു വീഡിയോസ് ഞാൻ മുമ്പ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ടാണ് ഇതിൽ കാണിക്കാത്തത്. ഇനി അത് കാണാൻ താല്പര്യമുള്ളവർക്കായിട്ട് ഈ വീഡിയോയുടെ തൊട്ട് താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ അതിന്റെ ലിങ്ക് കൊടുക്കുന്നതാണ്. കാണാൻ താല്പര്യമുള്ളവർ അതുകൂടെ കണ്ടൊന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അപ്പോൾ ഞാനിത് ഒരെണ്ണം ഫില്ല് ചെയ്ത് റോൾ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരെണ്ണം കൂടെ ഞാനിവിടെ എടുത്തു വെച്ചിട്ടുണ്ട്. അതുകൂടെ ഒന്ന് കാണിച്ചു തരാം. അതിലേക്ക് കുറച്ച് മയോണൈസ് സ്പ്രെഡ് ആക്കിയതിന് ശേഷം കുറച്ച് നമ്മൾ ഉണ്ടാക്കി വെച്ചിട്ടുള്ള ആ ഒരു കൂട്ടൊന്ന് ഇതിലേക്ക് വെച്ച് കൊടുക്കുക. എന്നിട്ട് ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കുക.
അപ്പോൾ ഇതേപോലെ തന്നെ എല്ലാം റെഡിയാക്കി ഒരു പാത്രത്തിലേക്ക് വെച്ചിട്ടുണ്ട്. ഇനി ഇതിന്റെ അകം എങ്ങനെയാണ് ഇരിക്കുന്നതെന്ന് അറിയാനായിട്ട് ഒരെണ്ണം കട്ട് ചെയ്ത് കാണിച്ചു തരാം. അപ്പോൾ ഇതാ അടിപൊളി വെറൈറ്റി ടേസ്റ്റി ആയിട്ടുള്ള ഒരു പലഹാരം റെഡിയായി കിട്ടി. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ ഞാനിടുന്ന പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷനായിട്ട് കിട്ടുന്നതിന് വേണ്ടി സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ അമർത്തി അതിൽ ഓൾ എന്ന ഓപ്ഷൻ എനേബിൾ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. പുതിയൊരു വീഡിയോയുമായി വീണ്ടും വരും. താങ്ക് യു ഫോർ വാച്ചിങ്.